ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എക്സാം എഴുതാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ബുക്കും സാധനങ്ങളൊക്കെ കൂട്ടിക്കെട്ടി ഞാൻ റെഡിയായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ എക്സാം ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. എക്സാമിൻ്റെ കഥ പറയുകയാണെങ്കിൽ, ഞാൻ PG ചെയ്യേണ്ട ഡിസ്റ്റൻ്റ് ആയിട്ട് വർക്കിനോടൊപ്പം തന്നെ. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയത് തൊടുപുഴയിലാണ് സെൻറ്റർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പോകുന്നത്. ഇതായിട്ടോ ദീപി എനിക്ക് ഇന്നലെ മേടിച്ചെന്ന കുറച്ച് ഇയറിങ്സ്. അപ്പോൾ ഇതിലൊന്നും ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. അവസാനം എത്തിട്ടു ഞാൻ. എൻ്റെ ഇപ്പോൾ എക്സാം എഴുതാനായിട്ട് കൂട്ടിന് ദീപി ഒന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാളും ലീവ് എടുത്തിട്ടാണ് എക്സാമിന് വേണ്ടി പോകുന്നത്. ഒരാൾ റെഡി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ്. ടിക്കറ്റൊക്കെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. നമ്മുടെ ബസ് ഓൾറെഡി എത്തി കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കയറി സീറ്റിൽ കയറിയിരുന്നു. ഞങ്ങളുടെ ഇരിപ്പ് കണ്ട ട്രിപ്പ് പോകാൻ തോന്നും, പക്ഷേ എക്സാമിനാണ് പോകണത്. ഞാൻ ഉറങ്ങിപ്പോയി കേട്ടോ. എനിക്ക് കാറ്റടി ചപ്പ് ഉറക്കം വരും. നിങ്ങൾക്ക് ഇഷ്യയിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. കുറച്ച് നേരം വായിച്ച് അങ്ങനെ ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ തൊടുപുഴ എത്തി. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇലക്ഷൻ്റെ തിരക്ക് കാരണം. അവിടെ നിന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. കാരണം രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ടാളും. പിന്നെ അവിടെ നിന്ന് ഓട്ടവും പിടിച്ച് നമ്മുടെ സെൻട്രൽ വുമൻ കോളേജിലേക്ക് എത്തി. വേറെ ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് പഠിച്ച് കുറേ എന്നെ ശല്യം ചെയ്യുന്നുണ്ട് പഠിക്കുമ്പോൾ. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോവാണ് ഗൈസ്. എക്സാമൊക്കെ എഴുതി കഴിയണ വരെ ദീപി അവിടെ പോസ്റ്റ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അവിടുത്തെ പരിസരമൊക്കെ കാണുന്ന വീഡിയോ ആണിത്. 2 മണിക്കൂറിൻ്റെയായിരുന്നു എക്സാം കഴിഞ്ഞ് അങ്ങനെ ഞാൻ പോകുന്നു. അപ്പോൾ തിരിച്ചും നേരത്തെ പോലെ തന്നെ KSRTC ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓടി. തൃശ്ശൂർ എത്താൻ ലേറ്റായി, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അവിടെ നേരെ ഞങ്ങൾ പോയത് നഹദിക്കും മന്തി കഴിക്കാനാണ്. കാരണം അത്യാവശ്യം വിശപ്പുണ്ടായിരുന്നു ഉച്ചയ്ക്ക് നേരത്തെ കഴിച്ചുകൊണ്ട്. അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് ഇന്നത്തെ ലോങ് ഡേ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുട്ടി വ്ളോഗ്. ബൈ.